ഹായ് എവരി വൺ. ഇറ്റലിയിലേക്ക് എങ്ങനെയാണ് ഒരു സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അതായത് ഇറ്റലിയിലുള്ള ഏതൊക്കെ കമ്പനികളാണ് നമുക്ക് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ യൂറോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ജോബ് വാക്കൻസികൾ വരുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വെയർ ഹൗസ് ആൻഡ് ലോജിസ്റ്റിക്സ് ആയിരിക്കും. നിങ്ങൾ പോയിട്ടുള്ള ആളുകളുടെ കാര്യം തന്നെ ചോദിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് ഇതന്നെ ആയിരിക്കും. അതുമാത്രമല്ല, ഇൻ്റർനാഷണൽ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന വേക്കൻസികൾ ഉള്ളതും ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. ഇങ്ങനെ വെയർ ഹൗസിലാണെന്നുണ്ടെങ്കിലും ലോജിസ്റ്റിക്സിലാണെന്നുണ്ടെങ്കിലും യൂറോപ്പിൽ ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനികളുണ്ട്. ഇത്തരം കമ്പനികളൊക്കെ ഫോറിൻ വർക്കേഴ്സിന് സ്പോൺസർഷിപ്പ് കൊടുക്കണമുണ്ട്. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത് ഏതൊക്കെയാണ് ഈ ഒരു കമ്പനികൾ, എങ്ങനെയാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് ഇവർ കൊടുക്കുന്നത്, അതായത് ഇവരുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതുവഴി അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇറ്റലിയിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനി വഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള 50 കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആമസോൺ, അതുപോലെ തന്നെ ഐക്കിയ, ഇത്തരം കമ്പനീസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ യൂറോപ്പിൽ തന്നെ ഒരുവിധം എല്ലാ കൺട്രീസിലുള്ള കമ്പനികളാണ്. സോ ഇത്തരം കമ്പനീസുകളാകുമ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ വർക്കേഴ്സിന് സ്പോൺസർഷിപ്പും കൊടുക്കും. ഈ ഒരു ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ ഈ ഒരു വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് ഇത്തരം കമ്പനീസിൽ തന്നെ ഒരുപാട് വേക്കൻസികൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊരു മാനേജർ പോസ്റ്റ് മുതൽ ഒരു ഡിസൈനിങ് പോസ്റ്റ്, അതുപോലെ തന്നെ സാധാ ഒരു വെയർ ഹൗസ് വർക്കർ, അങ്ങനെയുള്ള എല്ലാ പോസ്റ്റുകളും ഉണ്ടാവും. സോ എന്തായാലും ഇന്ന് നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനി വഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതടക്കം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റലി ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ കൾച്ചറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യൂറോപ്പിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറ്റലി എന്ന് പറയുന്നത്. പലർക്കും ഉള്ളൊരു സംശയം അതുതന്നെയായിരിക്കും, നമുക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയണ്ടേ എന്നുള്ളത്. ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ബട്ട് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത്തരം കമ്പനീസിൻ്റെ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ഇനി എന്തായാലും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. അതിനുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്പോൺസർഷിപ്പ്, ജോബ് വിസ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി കയറുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സൽ ഫയലിലേക്ക് എത്താൻ പറ്റും. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇറ്റലി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസ് കമ്പനീസിൻ്റെ പേജാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും 51 കമ്പനികളുണ്ട്. ഞാൻ എന്തായാലും ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് അറിയുന്ന കമ്പനികളുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ആമസോണൊക്കെ ഈ ഒരു യൂറോപ്പിൽ എല്ലായിടത്തും ഉള്ളൊരു കമ്പനി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഐക്കിയൊക്കെ നിങ്ങൾക്ക് അറിയണമായിരിക്കും. നമ്മൾ ഐക്കിയനെ കുറിച്ചിട്ടൊക്കെ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിൻലാൻഡിൻ്റെ വീഡിയോയിലാണ് തോന്നുന്നു ഐക്കിയനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു കമ്പനിയാണിത്. സോ നമുക്ക് എന്തായാലും ഐക്യ വഴി ഉള്ളത് നോക്കി നോക്കാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഇത് നിങ്ങൾക്ക് ഇറ്റാലിയനിലാവട്ടോ വരുന്നുണ്ടാവുക. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഏറ്റവും താഴത്തേക്ക് നിങ്ങളിത് ഏത് കമ്പനിയാണ്, എന്തിൻ്റെ കമ്പനിയാണ് എന്നുള്ളതൊക്കെ നോക്കുക കേട്ടോ. അതൊന്നും ഞാൻ ഇനി കൂടുതലായിട്ട് പറയണില്ല. നമുക്ക് ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ വർക്ക് വിത്ത് അസ് എന്നുള്ളത് ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് ലെവോറ, അത് പോയി, അങ്ങനെയാണ് അതിൽ ഇറ്റാലിയനിൽ അതാണ് പറയാറ്. സോ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ആയതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് വീണ്ടും ഞാനിത് പറയാൻ കാരണം ചിലർക്ക് ഇറ്റാലിയനിലാണ് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇതാക്കേണ്ട. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, സോ എന്തായാലും നമുക്കിവിടെ സെർച്ച് ഫോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് കൊടുക്കുക. സോ ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സർക്കുലർ സെയിൽസ് ആൻഡ് റിക്കവറി മാനേജർ ജോബുകൾ, സ്റ്റോർ B2B കീ അക്കൗണ്ട് മാനേജർ, പാർട്ട് ടൈം ലോജിസ്റ്റിക്സ് വർക്കർ, പിന്നെ അതുപോലെ തന്നെ പാർട്ട് ടൈം സെയിൽസ് അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരുപാട് ജോബുകൾ ഇതിലുണ്ട്. കാറ്ററിംഗ് വർക്കർ പാർട്ട് ടൈം. സോ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ പാർട്ട് ടൈം ലോജിസ്റ്റിക്സ് വർക്കർ എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓഫർ ID, പബ്ലിക്കേഷൻ ഡേറ്റ് എന്നാണ് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച് നോക്കുക. അതായത് നമുക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് വേണം. വെയർ ഹൗസിൽ നിന്നിട്ടുള്ളത്, അതായത് റീറ്റെയിൽ അല്ലെങ്കിൽ സിമിലർ എൻവയോൺമെൻറ്റിലുള്ള ജോബുള്ള ചെയ്തിട്ടുള്ളത് വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് ഓഫ് ലോജിസ്റ്റിക്സ്, ഫ്ലോ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അപ്ലൈ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. സോ എന്തായാലും അപ്ലൈ ഫോർ എ ജോബ് പൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സോ എന്തായാലും അപ്ലൈ നൗ എന്നുള്ളത് വീണ്ടും നിങ്ങൾ കൊടുക്കുക. സോ
സോ ഇനി നമ്മളിത് ഫില്ലപ്പ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കാണിച്ചു തരാം. അതായത് നമ്മളുടെ ഡീറ്റെയിൽസ് തന്നെയാണ്, കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, സിറ്റി, പിന്നെ ഏതാണ് കൺട്രി, ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ CV അല്ലെങ്കിൽ റെസ്യൂമേ ഓർ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കവർ ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നിങ്ങളത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ആൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും നമ്മൾ CV സെക്ഷൻ നമ്മൾ ഫില്ലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആൾറെഡി. സോ നിങ്ങൾ ആൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ CVൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ യുവർ പ്രൊഫൈൽ, അതായത് നിങ്ങൾ ഹാവ് യു വർക്ക്ഡ് ഫോർ IKEA ബിഫോർ വർക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നെസസറി റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേഗം ഫാസ്റ്റായിട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് എല്ലാ ഷിഫ്റ്റും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. 20 hours per week ചെയ്യാൻ പറ്റുമോ, when would you be available to start working with IKEA, or 15 days കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളിതൊക്കെ ജസ്റ്റ് കൊടുക്കുക കേട്ടോ, എല്ലാതും കറക്റ്റായിട്ട് കൊടുക്കുക. സോ ദെൻ ഫോർവേഡ് കൊടുക്കുക കേട്ടോ, നിങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് ഫോർവേഡ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ അപ്ലൈയിങ് ഫോർ ദ പാർട്ട് ടൈം ലോജിസ്റ്റിക്സ് ഓഫീസർ ജോബ് പൊസിഷൻ. ഓക്കെ, ഞാൻ ആൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. മൈ പ്രൊഫൈലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ മേലെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൈ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾ കൊടുത്തതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾ അവരുടെ കരിയർ പേജിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേറെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ആവണമെന്നില്ല കേട്ടോ. സോ നിങ്ങൾക്ക് വേറെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ, കോൺടാക്റ്റ് അസ് എന്നുള്ളത് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ചാറ്റ് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജുകൾ. സോ ഇവരുടെ HR-ൻ്റെ ഇമെയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ സെൻഡ് ചെയ്യുക. സോ ഇങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യൂറോപ്പിൽ, അക്രോസ് യൂറോപ്പ് എല്ലായിടത്തും ഉള്ള കമ്പനികളാണ്, ഒരുവിധം എല്ലാ യൂറോപ്യൻ കൺട്രീസിലുള്ള കമ്പനികളാണ്. സോ ഒരുപാട് സ്പോൺസർഷിപ്പ് ജോബ് കൊടുക്കുന്നത് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ആമസോണിൻ്റെ കാര്യം, ഈ ഒരു IKEAൻ്റെ കാര്യമൊക്കെ അത്രയും ഫേമസ് ആയിട്ടുള്ള കമ്പനികൾ തന്നെയാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഒന്ന് മാത്രം അപ്ലൈ ചെയ്തിട്ട് ആ ജോബ് കിട്ടട്ടെ ഇനി കാത്തു നിൽക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ ഒരുപാടെണ്ണം അപ്ലൈ ചെയ്യുക, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു റിപ്ലൈയെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളത് നോക്കുക. ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യ and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.